ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. ഒപ്പരം എന്ന ഒരു കുഞ്ഞു കവിതയാണ് തന്നിട്ടുള്ളത്. ആ കളി മൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ, ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്നു പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾക്കൊത്തും തെറ്റിച്ചും തമ്മിൽ കലരുകയാണവർ. ഈ മൈതാനമെത്രയോ ധന്യം, കുഞ്ഞുപാദങ്ങൾ പുണർന്നതിൻ പുണ്യം. ഓക്കെ, അപ്പോൾ ഇത് സുരേന്ദ്രൻ കാടങ്കോടിൻ്റെ ഒരു കുഞ്ഞു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? അവിടെ പൂത്തിരി പൂക്കും പോലെ എന്ന് പറയുന്നത് എന്ത് വികാരമാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ആഹ്ലാദം, മത്സരം, വിദ്വേഷം, കിതപ്പ്. എന്തിനെയാണ്? ആഹ്ലാദത്തെയാണ് അല്ലെ. പൂത്തിരി പൂക്കും പോലെ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ ഒരു സന്തോഷം, ഒരു ആഹ്ലാദമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ആഹ്ലാദം. 2, പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത്, കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. എന്തായിരുന്നു? പൂത്തുമ്പികൾ പാറുന്നത് പോലെ എന്ന് പറയുന്നത് കൊച്ചുകിടാങ്ങളെയാണ്. അപ്പോൾ ഉത്തരമായിട്ട് കൊച്ചുകിടാങ്ങൾ എന്ന് വരും. മൂന്നാമത്തേത്, പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? കിതപ്പ്, മത്സരം, ധന്യത, തോൽവി. എന്തായിരുന്നു? അതൊരു മത്സരമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടെ മത്സരം എന്നതാണ് ഉത്തരം. 4, മൈതാനത്തിന്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞുപാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. എന്തായിരുന്നു മത്സരത്തിന്റെ പുണ്യം? എന്താണ്? കുഞ്ഞുപാദങ്ങൾ പുണർന്നതായിരുന്നു. അപ്പോൾ അവിടെ ഉത്തരം കുഞ്ഞുപാദങ്ങൾ പുണർന്നത്. ഇനി 5ാമത്തത്, ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാക്കുന്നത് എന്താണ്? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്, ജയിച്ചേ മതിയാകൂ, ഉന്തും തള്ളും പാടില്ല, തോറ്റാൽ കിതക്കും. ഇങ്ങനെ എന്താണ്? കുട്ടിക്കളികൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2ാമത്തെ ചോദ്യമാണ്, അനുഭവക്കുറിപ്പാണ്. ഓക്കെ, ഇവിടെ അഭിപ്രായ കുറിപ്പാണ്. അപ്പോൾ ഇവിടെ എന്ത് അഭിപ്രായമാണെന്ന് നമുക്ക് നോക്കാം. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ പ്രകാശന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്ത വായിക്കൂ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളടുത്ത് കുറിപ്പായി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. കലവൂർ രവികുമാർ എഴുതിയ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടിയിൽ ഫുട്ബോൾ പ്രേമിയായ സുമംഗല. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കളിക്കാൻ എന്നെയും കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. സുമംഗലയോട് പ്രകാശൻ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോൾ എന്ന് പറയുന്നു. അവന്റെ മറുപടി കേട്ട് മറ്റെല്ലാ കുട്ടികളും അത് ശരിവെക്കുകയും എന്നാൽ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ മഞ്ഞക്കിളിയോട് അവന്റെ അമ്മ അങ്ങനെയല്ലെന്നും ഫുട്ബോൾ മാത്രമല്ല എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശമുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു. കൂടാതെ ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ ലോക ഫുട്ബോൾ കളിച്ചിരുന്ന വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ പലതും പുരുഷന്മാരുടെ കുത്തകയായിരുന്നു എന്നും കാലം മാറിയപ്പോൾ അതെല്ലാം മാറിയെന്നും ഇന്നത്തെ തലമുറ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നും എല്ലാ അവസരവും എല്ലാവർക്കും ഒരുപോലെ തുല്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം ഇത്തരത്തിലാണ് ഇവിടെ ഒരു അഭിപ്രായ കുറിപ്പ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. ദൃക്സാക്ഷി വിവരണമാണ്. ഇവിടെ നല്ലൊരു കളിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏതാണ് കൂട്ടുകാരെ കളി? ഏതാണ്? ഉറിയടിയാണല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. എങ്ങനെ എഴുതാൻ നമുക്ക്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആവേശമേറിയ ഉറിയടി മത്സരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മനുവാണ് ഇന്നീ ഉറിയടി മത്സരത്തിൽ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. മനുവിന്റെ കണ്ണുകൾ കെട്ടി ഇതാ അവനെ വട്ടം കറക്കി കറക്കി ഉറിയടിക്കാനായി പറഞ്ഞയക്കുകയാണ്.
മനുവിന് കൃത്യമായ ഒരു ധാരണ ഇതിലുണ്ടെന്ന് അവന്റെ വടി വീശൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൂട്ടുകാരെ, ഇരു കൈകളെ കൊണ്ടും വടി മുറുകെ പിടിച്ച് കൈ വട്ടത്തിൽ മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ പ്രിയങ്കരനായ മനു ഇതാ അത്ഭുതമെന്ന് പറയട്ടെ, 4ാമത്തെ വീശലിൽ തന്നെ കുടമുടഞ്ഞിരിക്കുന്നു. കൈയടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. നമ്മുടെ പ്രിയങ്കരനായ മനു ഈ മത്സരത്തിൽ മിന്നുന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അപ്പം തന്നെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇതാ നിങ്ങളുടെ കൂട്ടുകാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ദൃക്സാക്ഷി വിവരണം എഴുതേണ്ടത്. ഓക്കെ, ഇനി 3ാമത്തെ പ്രവർത്തനത്തിലേക്ക് നോക്കാം. 4ാമത്തെ പ്രവർത്തനം നോക്കാം. 4ാമത്തേത് ഒരു പോസ്റ്റർ നിർമ്മാണമാണ്. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുകയാണ്. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30-ന് പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബോക്സിന്റെ ഉള്ളിലായിരിക്കണം. എന്തെങ്കിലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും 2-3 ചിത്രങ്ങൾ നിങ്ങൾ വരക്കണം. എന്നിട്ട് വേണം അതിൽ എഴുതാൻ. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? മേലെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം, രസക്കളി 2024 കായിക നിമിഷങ്ങളുടെ ഓർമ്മകളിലൂടെ. എന്നിട്ട് താഴെ എഴുതാം, നിങ്ങൾ കണ്ട കായിക ഉത്സവത്തിന്റെ നല്ല ഓർമ്മകളിലൂടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് പതിപ്പ് പ്രകാശനം പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കുന്നു. എന്നിട്ട് താഴെ തീയതിയും സമയവും എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലെ B ചോദ്യം, വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? വടത്തിന്റെ മധ്യത്തിലുള്ള ഭാഗം നമ്മൾ നോക്കുന്നത് ഏത് കളിയാണ്? മീൻവായിലോട്ടം, വടംവലി, 3 കാലിലോട്ടം. ഏതാണ്? വടംവലിയുടെയാണ് മദ്യം നോക്കുക. കാരണം അത് ആ സൈഡിലേക്കാണോ ഈ സൈഡിലേക്കാണോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. 5ാമത്തേത് ഡയറി കുറിപ്പാണ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തകാഹാഷി എഴുതാൻ സാധ്യതയുള്ളത്? അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, തീയതി ഉണ്ടായിരിക്കണം, ദിവസം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതുക. അതിനുശേഷം എഴുതേണ്ടത് പറഞ്ഞു തരാം. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ കായിക മത്സരമായിരുന്നു. ഒരുപാട് സന്തോഷവും ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഒരു ദിവസമായിരുന്നു. കാരണം പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും എനിക്ക് വിജയിക്കാനായി. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ വലിപ്പം അധികം ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ കളിയാക്കലുകൾ ഒക്കെ മാറി. അതിനു മറുപടി കൊടുക്കാനും വിജയം കാണിക്കാനും സാധിച്ചു. മീൻ വായിലോട്ട മത്സരമായിരുന്നു ആദ്യം നടന്നത്. എല്ലാ കുട്ടികളും മീനിന്റെ വയറ്റിലൂടെ ഓടാൻ പ്രയാസപ്പെട്ടപ്പോൾ എനിക്ക് അനായാസമായി ചെയ്യാൻ സാധിച്ചു. പിന്നീട് നടന്ന റിലേ മത്സരത്തിനും ഞാൻ തന്നെ വിജയം ആവർത്തിച്ചു. എല്ലാ അധ്യാപകരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കോമ്പയാഷി മാസ്റ്റർ എനിക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ കൈമാറി. ഇനിയും ഇതുപോലെ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും എനിക്ക് അതിന് കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആ തകായാഷിയുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഇതിലെ B ചോദ്യം, പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശൻ നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. ഏതായിരുന്നു? ഓട്ടക്കൈ എന്നുള്ളതാണ്. ഇനി 6ാമത്തെ പ്രവർത്തനമാണ് അനുഭവക്കുറിപ്പാണ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് വിവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവാം. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാർ ഒരുപാട് കളികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾ ഒരു ചെറിയ കുറിപ്പായിട്ട്, ഒരു പാരഗ്രാഫായിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇതിലെ B ചോദ്യം, വാലെ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ വാലിൽ? അരയന്യങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. ആരുടേതായിരുന്നു? വാനരന്മാരുടെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാരും എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.